സ്വന്തം കഴിവുകേട് മറച്ചു പിടിക്കാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിലൊരാളാണോ കെ മുരളീധരൻ? ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം വെളിവാക്കുന്നത്. കേരളത്തിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. പകർച്ചപ്പനിയുണ്ട്, ഷിഗല്ലയുണ്ട്, അങ്ങനെ വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ആരോഗ്യമന്ത്രിയാണ് കെ മുരളീധരൻ. അദ്ദേഹം പറയുന്നു, രോഗം പടർന്നു പിടിക്കുകയാണ്, അതിനുത്തരവാദി ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നില്ല. അത് ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, അവരത് ചെയ്തില്ല എന്നാണ്. അതുകൊണ്ടാണ് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത്. തടയാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം കഴിവുകേട് വിളിച്ചു പറയുന്നു കെ മുരളീധരൻ. കേൾക്കാം. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡികൾ നിലവിൽ വരുന്നത് ഡിസംബറിലാണ്. ഏതാണ്ട് ഒരു 70-80% പുതിയ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇവരെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും മാർച്ച് 15 ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പെരുമാറ്റച്ചട്ടം വന്നു. പിന്നെ എല്ലാവരും ഇലക്ഷൻ മൂഡിലായി. അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുൻപ്. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ എല്ലാ കുറ്റങ്ങളും അവരുടെ തലയിടുവാനല്ലേ കെ മുരളീധരൻ അടക്കമുള്ളവർ ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട് വീണ ജോർജിനെതിരെ പ്രസ്താവന ഇറക്കുമായിരുന്നു. കഴിവില്ലാത്ത മന്ത്രിയാണ്, കഴിവുകെട്ട മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞത് മറന്നുപോയോ? അതിനു മുമ്പ് കെ ശൈലജ ടീച്ചറെ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നിപ്പ റാണി, കോവിഡ് രാജ്ഞി തുടങ്ങിയ പ്രയോഗങ്ങൾ. അതിനേക്കാളും മോശമായ രീതിയിലാണ് വീണ ജോർജിനെ കേരളത്തിലെ UDF നേതാക്കൾ വിശേഷിപ്പിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. എന്തിന്? ഓശാന പാടുന്ന മാധ്യമങ്ങളെയും നാം അന്ന് കണ്ടതാണ്. മാധ്യമപ്രവർത്തകർക്ക് ഒരു പ്രത്യേക വൈരാഗ്യമുണ്ടായിരുന്നു വീണ ജോർജിനോട് എന്ന് അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ചർച്ചകളും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അത്രമാത്രം കോർണർ ചെയ്ത് ആക്രമിച്ചിരുന്നു ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ. എന്നാൽ കേരളത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ സർക്കാർ ആശുപത്രികൾ വരെ വലിയ മാറ്റങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സാക്ഷിയായിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്, അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഇനിയും കൊണ്ടുവരണം എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല മാറ്റമുണ്ടായ 10 വർഷം. അതിനുശേഷമാണ് കെ മുരളീധരൻ മന്ത്രിയാകുന്നത്. ഇപ്പോൾ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നു. കെ മുരളീധരൻ നല്ല മന്ത്രി, കുറ്റം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. നമ്മുടെ മാധ്യമങ്ങളും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതെല്ലാം മറന്നുപോവുകയും ചെയ്യുന്നു. ഇനി കഴിവുകേടിൻ്റെ മറ്റൊരു ഉദാഹരണമുണ്ട് മന്ത്രി കെ മുരളീധരൻ്റെ. എന്താണത്? ഇതെല്ലാം പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുന്നു. ഡോക്ടർ SS ലാലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക കമ്മിറ്റി. ആരായിരുന്നു SS ലാൽ? കഴിഞ്ഞ തവണ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ചതാണ് ആരോഗ്യമന്ത്രിയാകാൻ. അടുത്ത ഭാവിയിലെ UDFന്റെ ആരോഗ്യമന്ത്രി ഡോക്ടർ SS ലാലാണ് എന്ന് വരെ പറഞ്ഞ് അന്ന് പ്രചാരണം നടത്തിയിരുന്നു കഴക്കൂട്ടം മണ്ഡലത്തിൽ. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് പോയി തോറ്റുപോയി. അതാണ് നാം കണ്ടത്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് മന്ത്രിയുടെ തൊട്ട് താഴെ ഇരുത്തുകയാണ്. ഒരു 2ാം മന്ത്രി എന്നോ അതല്ലെങ്കിൽ 2ാം ആരോഗ്യവകുപ്പ് മന്ത്രി എന്നോ ഡെപ്യൂട്ടി ആരോഗ്യവകുപ്പ് മന്ത്രി എന്നോ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അതൊരു സ്ഥിരം സംവിധാനമാണ് എന്നാണ് പറയുന്നത്. കേൾക്കാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത് സർക്കാരിനൊരു റിപ്പോർട്ട് നൽകാൻ ഒരു ഹൈ പവർ കമ്മിറ്റി. അതിൻ്റെ ചെയർമാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൺസൾട്ടൻ്റാണ് ഡോക്ടർ SS ലാൽ. അദ്ദേഹം ചെയർമാനും പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, അവരാണ് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി. അവർ കോഓർഡിനേറ്ററായി. ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ കൺവീനറായി. അംഗങ്ങളെന്ന് പറയുന്നത് സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ. എന്ന് വെച്ചാൽ ഇനി മുതൽ ആരോഗ്യവകുപ്പിന് 1 അല്ല 2 മന്ത്രിയാണ്.
2 മന്ത്രിമാരെ വെച്ചായിരിക്കും ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുക. എന്നിട്ടും വല്ല രക്ഷയുണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. നേരിട്ട് തൊട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ദിവസം കാത്തു നിൽക്കാം എന്ന്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ എന്ത് വീഴ്ച വന്നാലും കുറ്റം മുഴുവൻ മന്ത്രിയുടെ തലയിലായിരുന്നു. ഇപ്പോൾ മന്ത്രിയെ രക്ഷപ്പെടുത്താനാണോ ഈ ഡെപ്യൂട്ടി ആരോഗ്യമന്ത്രി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സ്വന്തം കഴിവുകേട് മറച്ചു പിടിക്കാനാണോ ഇത്തരമൊരു സംവിധാനം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും കെ മുരളീധരനെ നല്ല കാലമല്ല വരാൻ പോകുന്നത് എന്നത് ഉറപ്പാണ്.